ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് ഹൗ എ പ്രൊഫഷണൽ ICT ട്രേഡർ റീഡ് ദ മാർക്കറ്റ് സ്ട്രക്ചർ. അതായത് എങ്ങനെയായിരിക്കും ഒരു പ്രൊഫഷണൽ ICT ട്രേഡർ മാർക്കറ്റ് സ്ട്രക്ചറിനെ റീഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോണത്. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരല്ല, ഐ എം ഗോണ ടീച്ച് യു ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വരും. അതായത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം റീഡ് ചെയ്യേണ്ടത്. ഇപ്പൊ മാർക്കറ്റ് സ്ട്രക്ചറിലായിരിക്കും കൂടുതൽ എല്ലാവരും ലോസ് വരുത്തുക. അതായത് ഏതൊരു കോൺസെപ്റ്റ് വേണേലും പഠിച്ചോട്ടെ. ഇപ്പൊ നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഒരു ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാവാത്ത ഒരാൾക്ക് മാത്രമാണ് മാർക്കറ്റിൽ ഒരുപാട് ലോസസ് വരുള്ളൂ. നമുക്ക് കൂടുതൽ മാർക്കറ്റ് സ്ട്രക്ചറിനെ മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോസസ് വരുന്നത് കുറയ്ക്കാൻ പറ്റും. മാർക്കറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടുള്ള എൻട്രീസ് നമുക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് യൂറോ എസ് ഡി ആണ്. യൂറോ എസ് ഡി 50 ടൈം ഫ്രെയിം ആണ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ഏത് ടൈം ഫ്രെയിമിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ വ്യാഴാഴ്ചത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. വ്യാഴാഴ്ച മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, നമുക്കിവിടെ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ ബേസിക് ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രഷ് ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചാർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു ഈക്വൽ ഹൈസ് മാർക്കറ്റിലുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു നമുക്ക് മാർക്ക് ചെയ്തിടാം. ഈ ഒരു ഈക്വൽ ഹൈസ് ഉണ്ട്. ഈക്വൽ ഹൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈക്വൽ ഹൈസ് എന്ന് പറഞ്ഞാൽ അതൊരു ലിക്വിഡിറ്റി ആണ്. അതായത് ഈക്വൽ ഹൈസിന്റെ മേലെയും ഈക്വൽ ലോസിന്റെ താഴെയും മാർക്കറ്റിൽ എന്തുണ്ട്, ഹൈ പ്രോബിലിറ്റി ലിക്വിഡിറ്റീസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഹൈ പ്രോബിലിറ്റി ലിക്വിഡിറ്റി മാർക്കറ്റിലെ എന്താ, അതായത് ഹൈ പ്രോബിലിറ്റി ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റിനെ നോക്കി അട്രാക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒപ്പോസിറ്റ് ലിക്വിഡിറ്റി നോക്കി പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലേ പ്രോപ്പർ ആയിട്ട്. നമുക്കിപ്പോ ഈ ഒരു ഈക്വൽ ഹൈസ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഒപ്പോസിറ്റ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ എവിടെയുള്ളത്, ഈ ഒരു ലോയില്. അപ്പൊ ഈ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലോയിലോട്ട് വരും എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ ഒരു ഈക്വൽ ഹൈസ് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഈ ഒരു ഈ ഒരു ലോയിലോട്ട് മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റുക. ജസ്റ്റ് ഇത് നമുക്ക് ഇന്ന് ഞാൻ ഇപ്പൊ പറയണത് ഈ ഒരു ഡാറ്റ ഉള്ളത് കൊണ്ടാണ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ചാർട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇതിപ്പോ പ്രോപ്പർ ആയിട്ട് ഇത്രത്തോളം ചാർട്ട് നടന്നുകൊണ്ടല്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ള കാര്യം ജസ്റ്റ് വേണമെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാം. സോ പക്ഷെ നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ തിരിച്ചറിയാൻ പറ്റും, അതായത് ലൈവ് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ നടക്കാൻ പോവാണെന്ന് നമുക്ക് എങ്ങനെ ആയിരിക്കണം തിരിച്ചറിയാൻ പറ്റുന്നത്. അവിടെയല്ലേ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രേഡറിന്റെ കഴിവ് വരുന്നത്. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്കും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡൗണിലോട്ട് ഈ ഒരു ലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അതായത് ആ ഒരു അനാലിസിസ് നമുക്ക് കിട്ടില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക്. ബട്ട് ഒരു പ്രൊഫഷണൽ ട്രേഡർ, അതായത് നിങ്ങളൊരു മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്, മാർക്കറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ട്രേഡർക്ക് ഈ ഒരു അനാലിസിസ്, അതായത് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ റീഡ് ചെയ്യാൻ പറ്റില്ലേ? അഫ്കോഴ്സ് 100% ഈ ഒരു അനാലിസിസ് റീഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇത് എങ്ങനെ വേണം മാർക്കറ്റിൽ റീഡ് ചെയ്യേണ്ടത്, എങ്ങനെ വേണം, അതായത് ഈ ഒരു എൻട്രി നമുക്ക് എങ്ങനെ വേണം എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. നമുക്കിപ്പോ ഇവിടെ എന്തുണ്ട്, മാർക്കറ്റിൽ ഒരു ഈക്വൽ ഹൈസ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ? അതായത് മാർക്കറ്റ് ഈ ഒരു ഹൈലോട്ട് നോക്കിപ്പോയി മാർക്കറ്റ് ഈ ഒരു ജസ്റ്റ് ഒരു റിട്രേസ്മെന്റ് തന്നു, വീണ്ടും തിരിച്ച് മേലോട്ട് കയറി പോകണം. അതിനർത്ഥം മാർക്കറ്റ് തിരിച്ച് ഹെവി ആയിട്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോകുന്നല്ല അർത്ഥം. അതായത് മാർക്കറ്റ് ഈ ഒരു FEG ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോകുന്നല്ല അതിനർത്ഥം. ഓക്കെ, അപ്പോൾ നോർമൽ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ഹെവി പുഷ് മാർക്കറ്റ് തന്നു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി മിസ്സായിട്ടുണ്ടാവും. ബട്ട് ഈ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാണ്ട് ഇത് ഒരു MSS ആയിട്ട് മാർക്കറ്റ് എല്ലാവരും കൺസിഡർ ചെയ്യും. അതായത് ഈ ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു ഡൗണിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ഞാൻ എന്തായിരുന്നു മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
അതായത് ഒരു ഡൗണിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിന്റെ ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അതായത് ബുള്ളിഷ് MSS എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇതൊരു ബുള്ളിഷ് MSS ആയി കൺസിഡർ ചെയ്തുകൂടെ? അതേപോലെ മാർക്കറ്റ് ഈ ഒരു FVGന്റെ ഉള്ളിലോട്ടും ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. അപ്പൊ ഇത് ഒരു ബുള്ളിഷ് MSS ആയി കൺസിഡർ ചെയ്തുകൂടെ എന്ന് എല്ലാവരും പറയായിരിക്കും. ബട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്ടിരുന്നത്? അതായത് മാർക്കറ്റ് ഓൾറെഡി നമുക്കിവിടെ ഓവർ ബൈ ആണ് മാർക്കറ്റ്. അതായത് ഇത്രത്തോളം മാർക്കറ്റിന്റെ പുഷ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു ഈക്വൽ ഹൈസും ഉണ്ട്. അപ്പോൾ മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ മാർക്കറ്റ് ഒരു ഹ്യൂജ് ബുള്ളിഷ് മൊമെന്റം തന്നെ ആയിക്കോട്ടെ, അതായത് ഹ്യൂജ് ആയിട്ട് മാർക്കറ്റിന്റെ ഒരു ബുള്ളിഷ് മൊമെന്റം തന്നെ ഇരുന്നോട്ടെ, ബട്ട് ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ്, അത് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ആവാം. അപ്പൊ ഡൗൺ സൈഡിലെ ലിക്വിഡിറ്റി ആണെന്നുണ്ടെങ്കിലും മേലത്തെ സൈഡിലത്തെ ലിക്വിഡിറ്റി ആണെന്നുണ്ടെങ്കിലും ആഫ്റ്റർ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഇങ്ങനെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിയുന്നതിന് മുമ്പാണ് ഈ ഒരു റിട്രേസ്മെന്റ് തന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വരെ ഞാൻ ഈ ഒരു എൻട്രി എടുത്തേനെ. ബട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബ്രേക്ക് റിട്രേസ് തന്നിട്ടുള്ളത്. അതായത് ഈ ഒരു MSS മാർക്കറ്റ് തരുന്നത് തന്നെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ്. മനസ്സിലായോ? അതായത് ഈ ഒരു MSS മാർക്കറ്റ് റിട്രേസ് ചെയ്തിട്ടുള്ളത് എവിടെന്നാ റിട്രേസ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിട്ടാണ് റിട്രേസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു MSS തന്നത് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിയാണ്ടാണ് ഒരു റിട്രേസ്മെന്റ് തന്നെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു ബൈ എൻട്രി കൊടുത്തേനെ. മനസ്സിലായോ? അതാണ് നോർമൽ ആൾക്കാരും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ വേണം ഡൗണിലോട്ട് വരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ നോർമൽ വേറെ ആൾക്കാരെല്ലാം ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് തന്നെയായിരിക്കും. അതായത് ഈ ഒരു MSSലെ മാർക്കറ്റ് ഈ ഒരു FVGന്റെ ടാപ്പ് ചെയ്ത് ഒരു 1 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിലെ MSSല് വീണ്ടും എൻട്രി എടുത്ത് ബൈലോട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ബൈ എൻട്രി കൊടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഈ ഒരു FVGന്റെ അടിയിലോട്ട് വെച്ചാലും 1:2 ഇവിടെ നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 1:2 ടാർഗറ്റ് ഒന്നും അടിക്കില്ല. ഇതാണ് നോർമൽ ആൾക്കാരുടെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ ചിന്തിക്കാം? ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഏതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞോട്ടെ, ഏതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എടുക്കേണ്ട ഒരു എൻട്രി അതിന്റെ ഒപ്പോസിറ്റ് ലിക്വിഡിറ്റിയിലോട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇതിനെ ഒഫ്കോഴ്സ് മാർക്കറ്റിൽ ഹൈ ടൈം ഫ്രെയിമിന്റെ അനാലിസിസ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഹൈ ടൈം ഫ്രെയിമിന്റെ അനാലിസിസ് നമുക്ക് ആദ്യം ഇനീഷ്യലി വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് ഡൗൺ അനാലിസിസ് നമുക്ക് കൂടുതലായിട്ട് വേണം. അതായത് ഹൈ ടൈം ഫ്രെയിംസിൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് പോകുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഞാൻ ഈ ഒരു പറയുന്ന അനാലിസിസ് നിങ്ങൾ ഹൈ ടൈം ഫ്രെയിമിലും പോയി ജസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ലോ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരിക. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റും. അതായത് എല്ലാ ടൈം ഫ്രെയിമും അലൈൻ ചെയ്തിട്ട് ബിയറിഷ് ലോട്ടാണോ വരുന്നത്, ബുള്ളിഷ് ലോട്ടാണോ വരുന്നത് എന്നുള്ള കാര്യം പറയാൻ പറ്റും. അത് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? മാർക്കറ്റിലെ ലോ ടൈം ഫ്രെയിമിന്റെ ചെറിയ ലിക്വിഡിറ്റി സ്വീപ്പ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒക്കെ നമുക്ക് മാനിപ്പുലേഷൻ ആണോ, അത് ലിക്വിഡിറ്റി സ്വീപ്പ് ആണോ, MSS ആണോ എന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റും ഹൈ ടൈം ഫ്രെയിമിന്റെ വ്യൂ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ബട്ട് നമുക്ക് ആ ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ വ്യൂ ഇല്ലാന്ന് വെച്ചാൽ മാത്രമാണ് നമുക്ക് എല്ലാവരും ആ ഒരു മാനിപ്പുലേഷൻസിലോട്ട് പോയി പെടുക. ആ ഒരു മാനിപ്പുലേഷനിലോട്ട് പോയി പെടണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നോർമലി എല്ലാവരും ഇതിനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആക്കാറുണ്ട്. ബട്ട് നമ്മൾ ഇതിനെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കാണ്ട് ഈസി ആയിട്ട് ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്താണ് കാണാൻ പറ്റിയത്? ഈ ഒരു ഈക്വൽ ഹൈസ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സ്വീപ്പ് എന്ന് പറയാനുള്ള റീസൺ മാർക്കറ്റ് ഈ ഒരു ഹൈ തന്നിട്ട് മാർക്കറ്റ് നെക്സ്റ്റ് ലോ എവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഇവിടെയല്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹൈ തന്നു. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നമ്മളിവിടെ പേഷ്യൻസ് ആയിട്ടിരിക്കണം. മാർക്കറ്റിൽ ഈ ഒരു FVG ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ റിവേഴ്സലില്, അതായത് ഇത് ലോ ടൈം ഫ്രെയിമിലെ മാനിപ്പുലേഷൻസ് ആണ്. അതായത് ഇത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്? അഗെയിൻ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. അഗെയിൻ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും ഡൗണിലോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് എല്ലാവരും ഒരു റോങ് എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് പ്രോബബ്ലി വേറെ എല്ലാവർക്കും മിസ്റ്റേക്സ് വരുത്തുന്നത്.
അപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. അതായത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് നെക്സ്റ്റ് ലോ എവിടെയുള്ളത്? നെക്സ്റ്റ് ലോ നമുക്ക് ഈ ഒരു ഭാഗത്തല്ലേ കാണാൻ പറ്റുക. അതായത് ഈ ഒരു ലോ അല്ലേ നമുക്ക് നെക്സ്റ്റ് ഇവിടെ നിയറസ്റ്റ് ലോ ഉള്ളൂ. ഇവിടെ എവിടെയും നമുക്ക് ലോ ഇല്ലല്ലോ. ഇവിടെ എവിടെയും നമുക്ക് ലോ കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെയാണ് നമുക്ക് അടുത്ത ലോ ഉള്ളൂ. അപ്പൊ ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താ നമ്മൾ പറയാ? ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മാർക്കറ്റ് ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റ് ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതിനൊരു ബിയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? അതായത് ബിയറിഷ് MSS ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബിയറിഷ് MSS ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഡൗൺ എൻട്രി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് നമ്മളൊരു സെൽ സൈഡിലോട്ട് നമ്മളൊരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡിലോട്ട് നമ്മളൊരു ഷോർട്ട് എൻട്രി നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു ബിയറിഷ് MSS മാർക്കറ്റിൽ തന്നിട്ടുണ്ടാവണം. അങ്ങനെ വേണം നമ്മളൊരു എൻട്രി നമ്മളെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അപ്പൊ മാത്രമാണ് മാർക്കറ്റിന്റെ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആയെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ പറയാൻ പറ്റി. അപ്പോ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഡൗൺ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റി. അപ്പൊ ഇവിടെ ഇത് ഹൈ പ്രോബിലിറ്റി ആണോ? മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിയറിഷ് മാർക്കറ്റ് സ്ട്രെച്ച് ഷിഫ്റ്റ് മാർക്കറ്റിൽ തന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ബിയറിഷ് MSS എങ്ങനെയായിരിക്കണം? ആ ഒരു ബിയറിഷ് MSSൽ ഒരു FVG ഉണ്ടാവണം. ഇവിടെ ഒരു FVG ഉണ്ടോ? FVG ഉണ്ട്. അപ്പോൾ ഇത് പ്രോപ്പർ ആണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ലേ? അതായത് ഇത് ഹൈ പ്രോബിലിറ്റി എൻട്രി ആണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഹൈ പ്രോബിലിറ്റി എൻട്രി ആണെന്നല്ല, ഹൈ പ്രോബിലിറ്റി ഷിഫ്റ്റ് ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. ആൻഡ് അഗെയിൻ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? അതായത് കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ്. അതിനെന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതൊരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് അല്ലേ? ഇവിടെ നമുക്ക് കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ? അതായത് കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഈ ഒരു രണ്ട് കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് ക്യാൻഡിൽ വെച്ച എന്താ? ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്കാ. ഒരു ഡൗൺ മൂവ് തരുന്നതിന് മുമ്പത്തെ ഒരു രണ്ട് കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് ക്യാൻഡിൽ, 2 or 3 കൺസിക്യൂട്ടീവ് അപ് ക്ലോസ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലിന് മേലെ കൺസിക്യൂട്ടീവ് ആയിട്ട് അപ് ക്ലോസ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് പറയാൻ പറ്റും. അതേപോലെ തന്നെ അത് വൈസ് വേഴ്സ നമുക്ക് അത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ കൺസിക്യൂട്ടീവ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ അപ്പ് മൂവ്, അതിനെയാണ് നമ്മൾ പറയാം ഓർഡർ ബ്ലോക്ക് എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ ഓർഡർ ബ്ലോക്ക് നമുക്കുണ്ട്, FVG നമുക്കുണ്ട്. അപ്പൊ ഇത് ഹൈ പ്രോബബിലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? മാർക്കറ്റ് ഈ ഒരു ലെവൽസിലോട്ട് വരുന്നുള്ള കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ലേ? ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു FVGന്റെ 50% ആണ് മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരുന്നത്. അപ്പൊ ഇതിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിനെ ഒരു ഷോർട്ട് ചെയ്യാനുള്ള പ്ലേസ് ആയിട്ട് നമുക്ക് എടുത്തൂടെ? ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോർമൽ വേറെ ആൾക്കാരിനെയും വെച്ചിട്ട്, ഇപ്പൊ നോർമൽ വേറെ എല്ലാ ആൾക്കാരും ഈ ഒരു FVGയിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സിലെ ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസോട് കൂടി ഇരുന്ന് അവന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോകുന്ന സമയത്ത് നമ്മള് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യും. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോർമൽ ആൾക്കാർ എന്തായിരിക്കും ഡിഫറൻസ് വരുത്തിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യില്ലേ? ബട്ട് ഇവിടെ നോർമൽ വേറെ ആൾക്കാർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നോർമൽ വേറെ ആൾക്കാർ അഗൈൻ അവരുടെ ഇവിടത്തെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു, പിന്നെ വീണ്ടും അവര് ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട്, അതായത് നമ്മളെടുത്ത MSS അവര് ലിക്വിഡിറ്റി സ്വീപ്പ് ആയി കൺസിഡർ ചെയ്യും. അതിനെ ലിക്വിഡിറ്റി സ്വീപ്പ് ആയി കൺസിഡർ ചെയ്തിട്ട് വീണ്ടും അവര് ഒരു അഗൈൻ ഒരു റിവേഴ്സ് എൻട്രി, അതായത് ഒരു ബൈ എൻട്രി ആയിരിക്കും അവർ ഇവിടെ നിന്ന് ലോ ടൈം ഫ്രെയിമിൽ ചെറിയൊരു ഷിഫ്റ്റിൽ എടുത്തിട്ടുണ്ടാവുക. അതായത് 5 മിനിറ്റിലെ ഈ ഒരു ബ്രേക്കിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ലോ ടൈം ഫ്രെയിമിൽ ഒരു ചെറിയ MSSലാണെന്നുണ്ടെങ്കിലും അവരൊരു ബൈ എൻട്രി ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ബട്ട് നമുക്ക് അവരുടെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കൊടുക്കുക. അതാണ് ഇവിടെ നോർമൽ വേറെ ICT ട്രേഡേഴ്സും വേറെ ഉള്ള ട്രേഡേഴ്സ് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ അറിഞ്ഞിട്ടും അവർ വരുത്തുന്ന മിസ്റ്റേക്സ് ഇതാണ്. ബട്ട് ഞാൻ പറയാണ്, അത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ മിസ്റ്റേക്ക് വരുത്തിയത്? ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഈ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യം ഒരു മാനിപ്പുലേഷനിലാണെന്നുള്ള ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റായിക, അത് നമുക്ക് ജസ്റ്റ് അവരുടെ മിസ്റ്റേക്ക് അല്ല, അത് ത്രൂ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. ബട്ട് ഈ ഒരു കാര്യം സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റാവുന്നുള്ളൂ. വി ഡോണ്ട് ഹാവ് ടു ലൂസ്, അത്രത്തോളം ലോസസ് വരുത്തിയിട്ട് മാത്രമായിരിക്കണം എന്നില്ല നമുക്ക് ഇത്ര മനസ്സിലാക്കേണ്ടത്. ഇത് ഈസി ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടുതലായിട്ട് എളുപ്പമാണ്. ഓക്കെ,
ഈ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും ഇവിടെ നോർമൽ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പായി വീണ്ടും കൺസിഡർ ചെയ്തിട്ട് ഇവിടുന്ന് അഗൈൻ വീണ്ടും ഒരു എൻട്രി എടുക്കും, വീണ്ടും മാർക്കറ്റ് ഡൗണിലോട്ട് വരും, സ്റ്റോപ്പ് ലോസ് അടിക്കും. ബട്ട് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റിനെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തു. മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റിൽ സംഭവിച്ചു, മാർക്കറ്റ് വീണ്ടും ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് വീണ്ടും മേലോട്ട് പോയി, ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തു, വീണ്ടും ഡൗണിലോട്ട് വന്നു. ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കാം. അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ലോ ടൈം ഫ്രെയിമിൽ ഒരു എൻട്രി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ബട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഹൈ പ്രോബിലിറ്റി എൻട്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത്തിരി ചെറിയ ഹൈ ടൈം ഫ്രെയിമിൽ പോയിട്ട് മാർക്കറ്റിന്റെ ഈ ഒരു റിവേഴ്സൽ നമ്മൾ കൺഫേം ആക്കിയിട്ട് ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കൊണ്ട് ഇവിടെ ഒരു FPG ഇല്ലേ, ഈ ഒരു FPGന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യുക. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ട് വേണം പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സ്വിംഗ് ഹൈയിൽ, ഞാൻ പറഞ്ഞത് നമ്മളൊരു സ്വിംഗ് ഹൈയിലോ വേണം നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിംഗ് ഹൈയിലോട്ട് കൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് എവിടെയായിരിക്കും, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അപ്പൊ നമുക്ക് മാർക്കറ്റിനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. അതായത് നോർമൽ ചെയ്യുന്ന ആൾക്കാരും നമ്മളെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ. ഇപ്പൊ അത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള റീസൺ എന്താ, അതായത് നോർമൽ ആയിട്ടുള്ള ആൾക്കാര് മാർക്കറ്റിൽ അവർക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള റീസൺ അവർ മാർക്കറ്റിന്റെ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് അവര് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു MSS മാർക്കറ്റ് തന്ന ഉടനെ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു FPG ടാപ്പ് ചെയ്ത ഉടനെ അവർ ബൈ എൻട്രി കൊടുത്തു, നമ്മളൊരു സെൽ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതാണ് നമ്മളും ആ ഒരു നോർമൽ ആൾക്കാരും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ഇങ്ങനെ വേണം മാർക്കറ്റിനെ അനലൈസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ നമ്മൾ ഏതൊരു ചെറിയൊരു MSS അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി വന്നു കഴിഞ്ഞാൽ MSS ഓർ ബ്രേക്കോ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇപ്പൊ ഏത് സൈഡിലോട്ട് MSS അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് എടുത്ത് ചാടി ഒരു എൻട്രി എടുക്കുന്നതിന് വെച്ച് നല്ലത് കൂടുതൽ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ഒരു തവണ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാർക്കറ്റിൽ എന്താ സംഭവിക്കണം എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മനസ്സിലായാൽ മാത്രം നമുക്ക് ഒരു മാർക്കറ്റിലൂടെ എൻട്രി എടുത്തൂടെ. അല്ലാതെ നമുക്ക് എടുത്തു ചാടി ഒരു എൻട്രി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. മാർക്കറ്റിൽ എടുത്തു ചാടി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിൻ ചെയ്യണമെന്നില്ല. മാർക്കറ്റിൽ ജസ്റ്റ് പേഷ്യൻസോട് കൂടി ഇരുന്നു മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി, ഇത് നമുക്ക് ഏകദേശം ഒരു ന്യൂ ഇയർ സെഷന്റെ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി കിട്ടിയിട്ടുണ്ടാവും. അതായത് ഈ ഒരു ഭാഗത്ത് വീണ്ടും ന്യൂ ഇയർ സെഷനിലെ മാർക്കറ്റ് വീണ്ടും ഈ ഒരു എൻട്രി പൊസിഷനിലോട്ട് വീണ്ടും വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ വീണ്ടും ടാർഗറ്റിലോട്ട് ന്യൂ ഇയർ സെഷനിൽ നമുക്ക് വന്ന് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടാർഗറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റിൽ വീണ്ടും ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെയുള്ള അനാലിസിസ് മാർക്കറ്റിൽ കാണാൻ പറ്റും. ഇത് ഈ ഒരു ടൈം ഫ്രെയിമിൽ മാത്രമല്ല, നമുക്കിത് എല്ലാ ടൈം ഫ്രെയിംസിലും ഈ ഒരു സെയിം സാധനം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. അതായത് അപ്പോൾ ഇതിനെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ എങ്ങനെ വേണം ട്രേഡ് എടുക്കുക. ഇപ്പൊ ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഒരു എൻട്രി പൊസിഷൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ അത്രത്തോളം വെയിറ്റ് ചെയ്തിരിക്കണം എന്നല്ല ഞാൻ പറയണത്. ഇപ്പൊ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ഡെയിലി വൈസ് എന്തായിരിക്കും മാർക്കറ്റ്, അതായത് ഈ ഒരു ദിവസം ഈ ഒരു FPGയിൽ വന്ന് ടാപ്പ് ചെയ്തു, അപ്പൊ നെക്സ്റ്റ് ദിവസത്തെ ഡെയിലി വൈസ് എന്തായിരിക്കും, മാർക്കറ്റ് ഡൗണിലോട്ട് വരുന്നുള്ളതായിരിക്കും നെക്സ്റ്റ് ദിവസത്തെ ഡെയിലി വൈസ്. അപ്പൊ നമുക്ക് ആ ഒരു ദിവസം ഡൗണിലോട്ടുള്ള എൻട്രി നമുക്ക് പ്രിഫറൻസ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ജസ്റ്റ് ലോ ടൈം ഫ്രെയിമിൽ ഡൗണിലോട്ടുള്ള എൻട്രി വെയിറ്റ് ചെയ്തിരിക്കുക. ഡൗണിലോട്ട് മാർക്കറ്റ് ഒരു എൻട്രി മോഡൽ തരുന്ന സമയത്ത് നമുക്ക് ഡൗണിലോട്ട് ഒരു എൻട്രി പ്ലേസ് ചെയ്യാം. ഇങ്ങനെ വേണം നമുക്ക് സേഫ് ആയിട്ട് മാർക്കറ്റിൽ അനലൈസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാണ്ട് ജസ്റ്റ് ഒരു ലോ ടൈം ഫ്രെയിമിന്റെ ഒരു ജസ്റ്റ് മാർക്കറ്റിൽ ഒരു ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഓർ MSS മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അത് എടുത്തു ചാടി നമ്മൾ എൻട്രി എടുക്കുകയല്ല വേണ്ടത്. ഇവിടെ നോർമൽ എല്ലാ മാർക്കറ്റിലെ ഫുൾ എല്ലാവിടെയും നമുക്ക് കാണാൻ പറ്റും, ലിക്വിഡിറ്റീസ് കാണാൻ പറ്റും. പക്ഷെ ഏതൊക്കെ ലിക്വിഡിറ്റി മാർക്കറ്റ് എങ്ങനെയൊക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ത്രൂ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഫ്റ്റർ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈസി ആയിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, இந்த വീഡിയോ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.